ഏജ് ഇൻ റിവേഴ്സ് ഗിയർ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നീ വിശേഷങ്ങൾ തങ്ങളുടെ ഇഷ്ട നടന്മാർക്ക് ആരാധകർ നൽകാറുണ്ട്. മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയും ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ടോം ക്രൂസുമാണ് ഈ വിശേഷണത്തിൽ ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള നടന്മാർ. 74-ാം വയസ്സിൽ തൻ്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്ന മമ്മൂട്ടിയും 64-ാം വയസ്സിൽ 25-കാരൻ്റെ മെയ്വഴക്കത്തുള്ള അമ്പരിപ്പിക്കുന്ന ടോം ക്രൂസും തമ്മിലുള്ള സാമ്യതയാണ് ഇപ്പോൾ സിനിമാ പേജുകളിലുള്ള ചർച്ച. ടോം ക്രൂസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഡിക്ലറിന്റെ താരത്തിന്റെ ലുക്ക് ആരാധകരെ ഞെട്ടിച്ചു. അൽസാന്റെ ഇനാരിറ്റീവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വളരെ പ്രായമുള്ള കഥാപാത്രമായിട്ടാണ് ടോം ക്രൂസ് അവതരിപ്പിക്കുന്നത്. 64 വയസ്സുള്ള ടോം ക്രൂസിനെ 65 വയസ്സുള്ള ഡിഗ്ല റോക്കുമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്തതായി അവതരിപ്പിച്ചത്. സ്വന്തം പ്രായത്തേക്കാൾ ഒരു വയസ്സ് കൂടുതലുള്ള കഥാപാത്രമാകാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യേണ്ടി വന്ന ടോം ക്രൂസാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ടോം ക്രൂസിന്റെ യഥാർത്ഥ ലുക്കിലും ഡിഗ്ലറിലെ ലുക്കും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് പലരെയും അമ്പരപ്പിക്കുന്നുണ്ട്. എന്നാൽ ടോം ക്രൂസിന് മുമ്പ് മമ്മൂട്ടി ഇതുപോലൊരു അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് ചിലർ കണ്ടുപിടിച്ചത്. 2015-ൽ പുറത്തിറങ്ങിയ പത്തേ മരത്തിൽ മമ്മൂട്ടി പ്രായമായ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നാരായണൻ എന്ന പ്രവാസിയുടെ ജീവിതത്തിൽ സഞ്ചരിച്ച ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രായമായ ഗെറ്റപ്പും ചർച്ചയായി മാറി. അന്ന് 64 വയസ്സുള്ള മമ്മൂട്ടിക്ക് 60-കാരനായി വേഷമിടാൻ മേക്കപ്പ് ആവശ്യമായി വന്നിരുന്നു. മമ്മൂട്ടിക്കും ടോം ക്രൂസിനും തങ്ങളുടെ അഭിനയ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന സാമ്യതകളാണ് ഇപ്പോൾ ചർച്ച. ടോം ക്രൂസിനെക്കുറിച്ച് പോസ്റ്റിന് താഴെ മമ്മൂട്ടിയുടെ ചിത്രം പലരും കമന്റായി വെക്കുന്നുണ്ട്. ഹോളിവുഡ് ടോം ക്രൂസ് ആണെങ്കിൽ മോളിവുഡിന്റെ മമ്മൂട്ടിയാണ് ചിലരെന്ന് കമന്റുകൾ. പത്തേമാതിരി മമ്മൂട്ടി എന്ന നടന്റെ ഫിലിമോഗ്രാഫിയിൽ മികച്ച ചിത്രമായി മാറിയതോടെ ഡിഗ്ലസ് ടോം ക്രൂസിന് നടനെ അടയാളപ്പെടുത്തുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്.